നമ്മൾ കറി വെക്കാനായിട്ട് ചിക്കനൊക്കെ വാങ്ങിച്ച് കഴിയുമ്പം ഈ ചിക്കൻ്റെ അകത്ത് ഇതുപോലെ എല്ലില്ലാത്ത കുറച്ച് കഷ്ണങ്ങളുണ്ടാകും. അത് നമ്മൾ കറിക്കകത്ത് ഇട്ടാലും അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ വറുത്താലും മസാലയൊന്നും പിടിച്ച് അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനത്തെ പീസുകളൊക്കെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിൻ്റെ അകത്ത് എടുത്ത് വെച്ചിട്ട് ഈ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തോ അല്ലെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ഇതുപോലെ അടിപൊളി ഒരു സ്നാക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാവേ. അധികം ചിക്കനൊന്നും വേണ്ടെന്നേ, ഒരു കുറച്ച് ചിക്കൻ മതി. ഞാനിപ്പം ആദ്യം തന്നെ ഒരു 4 ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 എണ്ണം മതി കേട്ടോ. അതൊന്ന് വേകാനായിട്ട് വെക്കാം. പിന്നെ ചിക്കൻ ഞാൻ കുറച്ച് ചിക്കനേ ഉള്ളൂ കേട്ടോ, അത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ്. ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കന് പിടിക്കാനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും, നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചിക്കൻ്റെ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേകാനായിട്ട് വെക്കാം. നമ്മൾ ആദ്യം തന്നെ വേഗം വെച്ചിരുന്ന ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അതൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നമുക്കൊന്ന് നന്നായിട്ട് സ്മാഷ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബ്രെഡ് ക്രംസ് തയ്യാറാക്കണം. ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അതെടുക്കാം, ഇല്ലെങ്കിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡ് ആണെങ്കിലും മതി. ഇല്ലെങ്കിൽ റസ്ക്, ഇപ്പം മധുരമില്ലാത്ത റസ്ക് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെച്ചു. ഇനി അതേ മിക്സിയുടെ ജാറിൽ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, ആ വെള്ളം ചേർക്കരുത്. ആ ചിക്കൻ്റെ പീസ് മാത്രം നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കി ഒന്ന് പൊടിച്ചെടുക്കാം. അത് മാറ്റി വെച്ചു. ഇനി ഒരു ബൗളിലേക്ക് ഒരു 2 സ്പൂണ് മൈദാപ്പൊടിയും 1 സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മാവ് തയ്യാറാക്കിയെടുക്കാം. ഇതിന് പകരം നമുക്ക് മുട്ട ഒരു 2-3 മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്താലും മതി. പക്ഷേ ആ മുട്ടയുടെ ആ ഒരു സ്മെല്ലൊന്നും ഇഷ്ടമില്ലാത്തവർക്കും പിന്നെ നമുക്ക് ഈ കോട്ടിങ് നല്ല സൂപ്പറായിട്ട് കോട്ടിങ് പോകാതെ നമുക്ക് കിട്ടും. അതിനായിട്ടാണ്. അപ്പോൾ കോൺഫ്ലവറും മൈദയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളെടുത്തു. ബൗളിലേക്ക് നമ്മൾ ആ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അത് നമുക്ക് ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തായിരുന്നല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് അതുകൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു മീഡിയം സൈസിലെ സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പച്ചമുളക് ചേർത്തിട്ടില്ല. ഇനി മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ്. ഒരു 1/4 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു. ഒരു 1/2 സ്പൂണോളം ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാലപ്പൊടി ചേർത്താലും മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കണം. ഉപ്പ് നമ്മൾ നോക്കി ചേർക്കണം. നമ്മൾ ചിക്കൻ വേവിക്കാൻ നേരത്ത് ഉപ്പ് ചേർത്തായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്ന നല്ല ടേസ്റ്റ്. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ടിത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കൈയൊന്ന് ഇച്ചിരി എണ്ണയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഒന്ന് നനച്ചിട്ട് നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. ഇല്ല നമുക്ക് റൗണ്ട് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കയ്യിൽ കുറച്ച് എടുത്ത് വെച്ചിട്ട് ഒരു അടപ്പിൻ്റെ ക്യാപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ പ്രസ് ചെയ്താൽ മതി. ഇത് കണ്ടോ, എല്ലാം അകത്തേക്കായിട്ട് ഇങ്ങനെ ഒന്ന് എടുത്താൽ മതി. എല്ലാം കണ്ടോ എത്ര നല്ല അടിപൊളിയായിട്ട് ഷേപ്പായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഷേപ്പാക്കി എടുക്കാം. കൈ ഒന്ന് നനയ്ക്കണം. നനച്ചിട്ട് ഇതുപോലെ കുറച്ചെടുത്ത് കയ്യിലിങ്ങനെ ഒന്ന് ഷേപ്പാക്കിയിട്ട് അടപ്പ് കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്തിട്ട് ഇതെടുത്താൽ നമ്മൾ എല്ലാം ഒരേ ഷേപ്പിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ എല്ലാം നമുക്ക് ആദ്യമേ ഒന്ന് ഷേപ്പാക്കി വെക്കാം. ഇത് കണ്ടോ, പതുക്കെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. അടപ്പിൽ നിന്ന് എല്ലാം ഒരേ ഷേപ്പിൽ അടിപൊളിയായിട്ട് നമുക്ക് ഷേപ്പാക്കി എടുക്കാവേ. ഇത് കണ്ടോ, ഞാനിപ്പം എല്ലാം ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഒരു കൈപ്പിടിയോളം ചിക്കനേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇത്രത്തോളം സ്നാക്ക് തയ്യാറാക്കാം. ഇനി നമ്മൾ ആ ബാറ്റർ തയ്യാറാക്കി വെച്ചിരുന്നല്ലോ, മൈദയും കോൺഫ്ലവറും ഉണ്ടായിരുന്നത്, ഇത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒന്ന് പതുക്കെ ഡിപ്പ് ചെയ്ത് എടുത്താലും മതി. ഇനി നമ്മൾ ബ്രെഡ് ക്രംസിൽ ഇതൊന്ന് മുക്കിയെടുക്കണം. നമ്മൾ ബ്രെഡാണെങ്കിൽ ബ്രെഡ് പൊടിച്ചത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ റസ്ക്കാണ് പൊടിച്ചത്, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക 2 പ്രാവശ്യം. ഇനി ഒരു പ്രാവശ്യം കൂടെ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി അതുപോലെ 2 പ്രാവശ്യം ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കോട്ടിങ് പോകാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വറുത്തെടുക്കാൻ പറ്റും. ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിരിക്കുന്ന നമ്മുടെ സ്നാക്ക് നമുക്ക് എണ്ണയിലിട്ട്
വറുത്തെടുക്കാം. ഞാനിപ്പം എണ്ണയ്ക്കകത്തേക്ക് ഇട്ടു. നമ്മൾ 2 പ്രാവശ്യമായിട്ട് കോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പൊട്ടാതെ നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പാത്രം എത്ര വലുതുണ്ട് അതനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 എണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ ആദ്യമേ നല്ല ചൂട്, നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ സ്ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും, കറുത്തു പോകും, അകത്ത് വേഗത്തില്ല. അപ്പോൾ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അകത്തൊക്കെ നന്നായിട്ട് കുക്കായി കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഒട്ടും തന്നെ കോട്ടൊന്നും പോകാതെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് സ്കൂളിൽ നിന്ന് പിള്ളേർ വരാൻ നേരത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അടിപൊളിയല്ലേ. അതുപോലെ തന്നെ ഈ ചിക്കൻ ഇതുപോലെ നമുക്ക് ബോൺലെസ് ചിക്കൻ എടുത്ത് വെച്ചിട്ട് ചിക്കൻ്റെ റോള് ചപ്പാത്തിക്കകത്ത് റോളും ആക്കാം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാവേ.